കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയി. पिछले दिन में एक दफनाने की सेवकाई में हम गए थे. ഞാൻ ആദ്യം നടത്തിയ ശവസംസ്കാര ശുശ്രൂഷയായിരുന്നു. मेरी जिंदगी में पहला दफनाने का सेवकाई था. ഞാൻ നടത്തല്ലേ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു, പക്ഷെ നടത്തേണ്ടി വന്നു. मैं ऐसे बोल रहा था प्रभु से कि मुझे वो करना ना पड़े बल्कि करना पड़ा. സഹോദരന്മാരെല്ലാം കൂടെ ഉണ്ട്. भाई लोग साथ में थे. പക്ഷെ എന്റെ താളുകൾ വന്ന് പറഞ്ഞു ഭയങ്കര അഭിഷേകമായിരുന്നു. बल्कि कई लोग मेरे पास आकर बोले कि बहुत अभिषेक था. ഞാൻ ആൻസനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. मैंने एंसन को यूं बोला, മോനെ അതിന്റെ കാരണം നമുക്ക് പേഴ്സണൽ അജണ്ട ഇല്ല. उसका कारण ആത്മാവ് എങ്ങനെ മൂവ് ചെയ്യുന്നു അങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം. उसका कारण ये है कि हमारा कुछ व्यक्तिगत मकसद नहीं है. जैसे आत्मा अगुवाई करता है वैसे हम आगे बढ़ेंगे. ഞാനാണ് അവിടെ പ്രസംഗിക്കേണ്ടത്. मैं वहां पे प्रचार करना था. പക്ഷെ എനിക്ക് മുമ്പേ ശുശ്രൂഷിച്ചാൽ വളരെ ഫ്ലോ ആയിട്ടൊരു കാര്യം പറഞ്ഞു. बल्कि मुझसे पहले प्रचार किए व्यक्ति ने बहुत अद्भुत रीति से एक बात बोला. അതിന്റെ മുകളിൽ അധിക പ്രസംഗം നടത്തിയാൽ പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കത്തില്ല. उसके आगे ज्यादा प्रचार करे तो पवित्र आत्मा साथ में ना रहेगा. അതിനെ എൻജോയ് ചെയ്തിട്ട് ആ ഫ്ലോയിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അഭിഷേകം കൂടെ നിൽക്കാൻ തുടങ്ങി. उस प्रचार को मैं पसंद करके चख के उस बहाव के अंदर जब खड़ा हो गया तो अभिषेक बहना शुरू किया. നമുക്ക് മുമ്പിൽ പലരും പാടും, ഡിസ്റ്റർബ് ആകരുത്. हमसे पहले अनेक लोग गाएंगे, आप परेशान ना हो. നമ്മളെക്കാൾ നന്നായിട്ട് ഒരുവൻ പ്രസംഗിക്കുമ്പോൾ ഡിസ്റ്റർബ് ആകരുത്. हमसे अच्छे तौर पे एक व्यक्ति जब प्रचार करेगा परेशान ना हो. ചുമ്മാ എൻജോയ് ചെയ്യുക. उसको चखो. നിന്റെ കൂടെ അഭിഷേകം നിൽക്കും. आपके साथ अभिषेक रहेगा. എത്ര പേരുണ്ട്? कितने लोग साथ में हैं? ഫ്ലഷിലായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഫ്ലഷിലായി കഴിഞ്ഞാൽ अगर आप शरीर में हो तो എന്റെ പൊസിഷൻ, मेरा पद, ഞാൻ സീനിയർ, मैं बड़ा हूं, ആ ഷോ ഓഫ് നടക്കും. वहां पे प्रकट होगा. പരിശുദ്ധാത്മാവ് ഇറങ്ങി പോകും. पवित्र आत्मा वहां से चला जाएगा. മാറും സീസൺ, മാറും സീസൺ. मौसम बदल रहा है. ഹല്ലേലൂയ. പേരും ഊരും നാളും ഒന്നുമില്ലാത്ത ചിതറിപ്പോയവരുടെ കൂടെ ഇരുന്ന കൈ, ആമേൻ, ചിലതിന്റെ കൂടെ ഇരിക്കും. ഞങ്ങളത് എൻജോയ് ചെയ്യും.